ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുപോലൊരു കുപ്പി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ഒരു ലെയർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് നല്ലൊരു ഫിനിഷിംഗ് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ലെയർ മാത്രം കൊടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ നല്ല അടിപൊളി കളേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വയലറ്റ് കളറാണ് എടുക്കണേ. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ആയിട്ട് കുറച്ച് ഭാഗത്തേക്ക് നമ്മളതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ വയലറ്റ് കളറിൻ്റെ ഒപ്പം കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടുമല്ലോ. പിന്നെ അതിന് താഴേക്കായിട്ട് കുറച്ച് ഭാഗത്തേക്ക് ഞാൻ യെല്ലോ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത്. പക്ഷേ കാണാനായിട്ട് അത്ര ഭംഗിയായിട്ട് വന്നില്ല. പിന്നെ ഓൾറെഡി വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് കാണാനായിട്ട് അത്ര കുഴപ്പമില്ല കേട്ടോ. അതെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുകളിൽ അടിച്ചു കൊടുത്തേക്കുന്ന പെയിൻറ്റും പിന്നെ താഴേക്കായിട്ട് കൊടുത്തേക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അത് കാണാനായിട്ട് അത്ര ഭംഗിയായിട്ടില്ല. അപ്പോൾ വെള്ളം മിക്സ് ചെയ്യാതെ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടുക കേട്ടോ. ഇനി ഏറ്റവും താഴെയുള്ള ഭാഗത്തായിട്ട് നമ്മൾ ഓറഞ്ച് കളർ അക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ കളേഴ്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഈ സെയിം കളർ തന്നെ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സീനറിയാണ് വരച്ചെടുക്കുന്നത്. അങ്ങനെ ആ ഓറഞ്ച് കളർ പെയിൻറ്റും അടിച്ച് കഴിഞ്ഞ് ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മരത്തിൻ്റെ രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് ഇലകളുടെയൊക്കെ രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു വൈറ്റും പിന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.